എല്ലാ വിദ്യാവിഷയമാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം വിദ്യാവിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ശബ്ദാത്മകമായ വേദവും വിദ്യാവിഷയമാണ്. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എങ്കിലും അവിദ്യാവിഷയമായതുകൊണ്ട് അത് പ്രമാണമാകാതിരിക്കുന്നു. പ്രമാണമാകാമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകാതിരിക്കില്ല. എന്നുവെച്ചാൽ ഉണ്ടാകാം. എന്തുകൊണ്ട്? തദാശങ്ക നിവൃത്തിയർത്ഥം ഇതമുക്തം ഭവതി പുരുഷ നിശ്വാസ അപ്രയത്നോത്ഥിതത്വ. മറ്റ് രചനകളെപ്പോലെ അല്ല. സർവ്വ ഈശ്വരസൃഷ്ടമാണെങ്കിലും ഇത് അപ്രയത്നോത്ഥിതമാണ്. പ്രയത്നം കൊണ്ടുണ്ടായതല്ല എന്നർത്ഥം. അതുകൊണ്ട് വേദം പ്രമാണമാണ്. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മതം പരാദാതിദം സർവമായ ആത്മാ എന്നുള്ള ഈ ഭാഗത്തെക്കുറിച്ചാണ്. സർവം ആത്മാവാണെന്ന് പറയുന്നു. വിജ്ഞാന വ്യതിരേകമായി പ്രപഞ്ചമില്ല എന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്ന വേദം എന്നുവെച്ചാൽ തത്വത്തെ വെളിപ്പെടുത്തുന്ന വേദം. ആ വേദം മറ്റ് ഗ്രന്ഥങ്ങളെപ്പോലെയല്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് പുരുഷ നിശ്വാസവത്. സാധാരണ ജീവന്മാരുടെ നിശ്വാസം പോലെ. ജീവന്മാരുടെ നിശ്വാസം പോലെ എന്ന് പറഞ്ഞാൽ സഹജമായി, സ്വാഭാവികമായി. അപ്പോൾ വേദം ഇവിടെ വെളിപ്പെടുത്തുന്ന ഈ വിജ്ഞാനം എന്ന് പറയുന്നത് സഹജമായ വിജ്ഞാനമാണ്, സ്വാഭാവികമായ വിജ്ഞാനമാണ്. അതാണ് മറ്റ് ഗ്രന്ഥങ്ങളും വേദവും തമ്മിലുള്ള വ്യത്യാസം. മറ്റ് ഗ്രന്ഥങ്ങളും അതിലെ പ്രതിവാദി വിഷയങ്ങളും എല്ലാം ഈശ്വരസൃഷ്ടം തന്നെ. പക്ഷെ അതെല്ലാം മനുഷ്യബുദ്ധി കൽപ്പിതമാണ്. അതെല്ലാം മനുഷ്യന്റെ ഭാവനയാണ്, മനുഷ്യന്റെ സങ്കല്പങ്ങളാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇത് സഹജമായ വിജ്ഞാനമാണ്. മറ്റ് ഗ്രന്ഥങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് നാമരൂപാത്മകമായി പ്രപഞ്ചമാണ് അതിന്റെ വിഷയം. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചും ഭാവന ചെയ്തുമെല്ലാം എഴുതുന്നതാണ്. അതിന് വിഷയങ്ങൾ പലതാണ്, നാനാ വിഷയങ്ങളാണ്. ഈശ്വരൻ എല്ലാത്തിനും കർത്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് ജീവബുദ്ധിയുടെ കൽപ്പനകളാണ്. ജീവബുദ്ധിയുടെ കൽപ്പനയാണ് ഇതല്ല. അതിന് വേദം പോലെയുള്ള പ്രാമാണ്യം വരത്തില്ല. വേദത്തിന് വരുന്ന സ്വതപ്രമാണം അതിന് വരത്തില്ല. പുരുഷബുദ്ധി ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അപ്രയത്നോത്ഥിതമാണ് എന്ന് പറയും. സഹജമായ വിജ്ഞാനമാണ് ഇവിടെ പറയുന്നത്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം വരുന്നത്? അവിടെ നാമരൂപാത്മകമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിനെ സംബന്ധിച്ചൊരു സിദ്ധാന്തങ്ങൾ പറയുന്നു. ഇവിടെ അങ്ങനെയല്ല. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഇത് സർവം വേദയമാത്മാ, സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള വിജ്ഞാനമാണ്. തന്നെക്കുറിച്ച് തന്നെയുള്ള വിജ്ഞാനമാണത്. ആ വിജ്ഞാനത്തിന് മാത്രമേ ഈ സഹജഭാവമുള്ളൂ. മറ്റങ്ങനെയല്ലല്ലോ. മറ്റ് വിജ്ഞാനങ്ങളെല്ലാം ഇന്ദ്രിയ അർത്ഥസന്നികർഷം കൊണ്ടുണ്ടാകുന്നതാണ്. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്നതാണ്.
അത് വളരെ സൂക്ഷ്മമായിരിക്കും, ചിലപ്പോൾ വളരെ വിപുലമായിരിക്കും, അതിലും പല രഹസ്യങ്ങളും ഉണ്ടാകും. പക്ഷെ അതൊന്നും സഹജമായ വിജ്ഞാനമല്ല. സഹജമായ വിജ്ഞാനം എന്ന് പറയുമ്പോൾ അത് സ്വരൂപത്തെക്കുറിച്ചുള്ള വിജ്ഞാനം. അത് വേദത്തിന്റെ താല്പര്യമാണ്. അല്ല വേദത്തിൽ മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും വേദത്തിന്റെ താല്പര്യം അതിനൊന്നുമില്ല. അതിപ്പോ ഒരാൾ ലോകത്തിൽ കാണുന്ന കാര്യം പറയുന്നു, ലോകം എങ്ങനെയാണോ അനുഭവപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നു. പക്ഷെ താല്പര്യം അതല്ല, തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ മുഖ്യം വേദം എന്ത് പറയുന്നു എന്നുള്ളതല്ല, വേദത്തിൽ നിന്ന് എന്ത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല, വേദത്തിന്റെ താല്പര്യം എന്തെന്നുള്ളതാണ്. അതിന് പൂർവമീമാംസകർ പറയും, വേദത്തിലെ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താല്പര്യം ആ ഓരോ സന്ദർഭം എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു യാഗത്തെക്കുറിച്ച് പറഞ്ഞു, അശ്വമേധത്തെക്കുറിച്ച് പറഞ്ഞു, അഗ്നിഹോത്രത്തെക്കുറിച്ച് പറഞ്ഞു, അതിന്റെ അനുഷ്ഠാനം എങ്ങനെയാണ്, അതിന്റെ ഫലം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നിർണ്ണയിക്കണമെങ്കിൽ ഓരോ ഭാഗത്തും, കാരണം പലതരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചും പറയുന്നു. അപ്പോൾ ആ കർമ്മത്തിനൊക്കെ ഒരു ഐകരൂപ്യം വരുത്തണം. കാരണം ഈ വേദം നോക്കിയിട്ട് ജ്യോതിഷ്ഠോമം അല്ലെങ്കിൽ അശ്വമേധം ചെയ്യുന്നു, എല്ലാവരും ഇത് ഒരേ തരത്തിൽ ചെയ്യണം, എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു തരത്തിലുള്ള ആശയം കിട്ടും. അപ്പോൾ അവിടെ അതിന്റെ താല്പര്യം എന്തെന്ന് മനസ്സിലാക്കണം. ആ താല്പര്യം മനസ്സിലാക്കുന്നതിനാണ് അവർ പറയുന്നത് ഷഡ്വിധ ലിംഗങ്ങൾ: ഉപക്രമം, ഉപസംഹാരം, അഭ്യാസ, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി. ഇങ്ങനെയുള്ള ഷഡ്വിധ ലിംഗങ്ങളിലൂടെ ആ വേദഭാഗത്തിന്റെ താല്പര്യം മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് അപ്പോൾ ആ കർമ്മത്തിന്റെ സ്വരൂപം എന്താണ്, എന്താണ് അതിന്റെ ഫലം എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ആ കർമ്മം ചെയ്തു. ആ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിനൊരു ഐകരൂപ്യം വരും. ഇല്ലെങ്കിൽ ഒരു ഭാഗം വായിക്കുമ്പോൾ ഒന്നൊന്ന് തോന്നും, വേറൊരു ഭാഗം വായിക്കുമ്പോൾ വേറൊന്ന് തോന്നും. കർമ്മങ്ങളുടെ ആനുപൂർവി, ആദ്യം ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞ് അടുത്തത് ചെയ്യണം. ഇതുണ്ടോ, ആദ്യം യാഗത്തിനെ കുറിച്ച് പറയും, അത് കഴിഞ്ഞിട്ട് പറയും സോമരസത്തെ എങ്ങനെയാണ് സോമലതയിൽ നിന്ന് പിഴിഞ്ഞെടുക്കേണ്ടതെന്ന്. അപ്പോൾ സംശയം വരുമെന്നാണ്, ആദ്യം യാഗം ചെയ്തിട്ടാണോ സോമലത പിഴിയേണ്ടത്? കാരണം ആക്രമത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ താല്പര്യം നിർണ്ണയിക്കണം. അപ്പോൾ ഷഡ്വിധ ലിംഗങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ താല്പര്യത്തെ നിർണ്ണയിച്ചു കൊടുക്കും. പിന്നെ അർത്ഥവാദ വാക്യങ്ങളുണ്ട്, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അങ്ങനെ പല വിഷയങ്ങളിലും സംശയം വരും. അപ്പോൾ ആ ഷഡ്വിധ ലിംഗങ്ങളിലൂടെ അവിടെയും പറയുന്നത് എന്താണ്, അവരും താല്പര്യം, വേദത്തിന്റെ താല്പര്യം എന്താണെന്ന്. അപ്പോൾ വേദത്തിന്റെ താല്പര്യം കർമ്മങ്ങളിലാണ് എന്ന് കരുതുന്നവർ ആ കർമ്മത്തിന്റെ താല്പര്യം എന്നൊന്ന് എന്താണ്, എങ്ങനെ തീരുമാനിക്കും? അവരും ഇത് തന്നെ ഉപയോഗിക്കും. ഉപകർമ്മ ഉപസംഹാരങ്ങൾ എന്ന് പറയുന്ന ഈ ഷഡ്വിധ ലിംഗങ്ങൾ, 6 ലിംഗങ്ങൾ ഉപയോഗിച്ച് എന്നുവെച്ചാൽ അവിടെ അതിന് താല്പര്യത്തെ നിർണ്ണയിക്കുന്നതിനുള്ള 6 ഹേതുക്കളെന്ന് വേണമെങ്കിൽ പറയാം. അതിനെ സഹായിക്കുന്ന ഭാഗങ്ങൾ. അവരും പറയുന്നതാണ് വേദത്തിന്റെ താല്പര്യം എന്താണ്, അത് കണ്ടെത്തണം. ഇവിടെ അദ്വൈതികളും പറയുന്നത് എന്താണോ, വേദത്തിന്റെ താല്പര്യം. ആ താല്പര്യം മനസ്സിലാക്കുന്നതിന് നിങ്ങൾ ഒരു ഭാഗം മാത്രം എടുത്താൽ പോരാ, വേദത്തെ ഒന്നായി കാണും, ഒറ്റ ശാസ്ത്രമായി കാണും. എന്നിട്ട് ഈ ഷഡ്വിധ ലിംഗങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കും. ഉപക്രമ ഉപസംഹാരം. അങ്ങനെ പരിശോധിക്കുമ്പോൾ വേദത്തിന്റെ താല്പര്യം എന്താണോ ഇവിടെ പറയുന്നത്, ഇതം സർവം വേദയമാത്മാ,
എന്ന് പറയുന്നതിലാണ് അതിന്റെ താല്പര്യം എന്ന് വരും. കർമ്മവും ഉപാസനയും എല്ലാം ആത്യന്തികമായി ഇങ്ങനെ ഒരു താല്പര്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതാത് പറയുന്ന സന്ദർഭങ്ങളിൽ അതിന് വിശേഷിച്ച അർത്ഥമുണ്ടെന്നും ഇത് ശരിയാണ്. പക്ഷെ അതിനൊരു പരമമായ താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൽ ശ്രോതാവിനെ എത്തിക്കുക, അതാണ് വേദത്തിന്റെ താല്പര്യം. ആ താല്പര്യം എന്താണോ ഇവിടെ പറയുന്ന അദ്വൈതമായ ആത്മതത്വമാണ് വേദത്തിന്റെ താല്പര്യം. ആ താല്പര്യജ്ഞാനം ഉണ്ടാകും. അതിനുവേണ്ടി ഇത് വിചാരം ചെയ്താലേ പറ്റും. അതാണ് ശ്രോതവ്യോ മന്ദവ്യോ എന്ന് പറയുന്നത്. ആ വിചാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്? ആ ജ്ഞാനമാണ്. അല്ല വേദം സ്വതപ്രമാണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പരമമായ താല്പര്യത്തെ വെളിപ്പെടുത്തുന്നിടത്താണ് വേദസ്വതപ്രമാണമാകുന്നത്. അല്ലാതെ ദൈവം പറഞ്ഞു എന്നുള്ള രീതിയിലല്ല. അത് വെളിപ്പെടുത്തുന്ന തത്വം അതാണ്. അതാര് വെളിപ്പെടുത്തിയിരിക്കുന്നു? അത് ആ സത്യത്തെ ദർശിച്ച ഋഷിമാരത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ തത്വത്തെ തന്നെയാണ് ഗുരുക്കന്മാരെല്ലാം എപ്പോഴും വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്താണ് വേദവചനം, ഗുരുവിന്റെ വചനം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ഗുരുവിന്റെ വചനത്തെ അനുസരിക്കണം എന്ന് പറയുന്നതിനും അർത്ഥമില്ല. എന്തുകൊണ്ട്? അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാത്തവൻ എന്താ അതിൽ അർത്ഥമുള്ളത്? അതനുസരിക്കണമെങ്കിൽ അതിന്റെ താല്പര്യം മനസ്സിലാക്കണ്ടേ? അതല്ലേ മുഖ്യം. അത് ഗുരു പറഞ്ഞു, അതുകൊണ്ട് വചനം എന്ന് പറഞ്ഞാൽ അതിന് സ്വതപ്രാമാണ്യമില്ല. അത് ഈശ്വരൻ പറഞ്ഞതുകൊണ്ട് വേദസ്വതപ്രമാണം ആകും എന്ന് പറയുന്നവരാണ്. അത് യുക്തിരഹിതമാണ്. മറിച്ച് അതിന്റെ താല്പര്യം മനസ്സിലാക്കുന്നിടത്താണ് അതിന്റെ സ്വതപ്രാമാണ്യം. താല്പര്യം ഒരുവൻ മനസ്സിലാക്കിയാൽ, അതുകൊണ്ടല്ലേ എല്ലാ ഉപദേശവും കഴിഞ്ഞതിന് ശേഷം അവസാനം എന്താ പറഞ്ഞത്? വിമർശ ചെയ്ത് അശേഷേണ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രമാണം എന്നുള്ളതല്ല, നീ ഇതിനെ ശരിയായ രീതിയിൽ ചിന്തിക്കണം, വിമർശനം ചെയ്യണം. എന്നിട്ട് അതിന്റെ താല്പര്യത്തെ എന്തിനാണ് വിമർശനം ചെയ്യുന്നത്? ഗുരു പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, അത്തരത്തിലുള്ളതല്ല. വിമർശനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിമർശനമല്ല, ദോഷം കണ്ടുപിടിക്കുന്നതിനുള്ള വിമർശനമല്ല, കുറ്റം കണ്ടുപിടിക്കുന്നതിനുള്ള വിമർശനമല്ല. അതിന്റെ പരമ താല്പര്യം എന്താണ് എന്ന് ആ താല്പര്യം മനസ്സിലാക്കണം. അല്ലാതെ അനുസരണം അല്ലെങ്കിൽ അനുഷ്ഠാനം എന്നൊക്കെ പറയുന്നതിന് എന്താ കാര്യം? ശരി, ആ പരമ താല്പര്യം ആരാ മനസ്സിലാക്കേണ്ടത്? ഗുരുവാണോ മനസ്സിലാക്കേണ്ടത്? അല്ലല്ലോ. ഗുരുവിന്റെ വാക്യത്തിന്റെ പരമ താല്പര്യം അത് വാക്യം പറയുന്നത്, അല്ലെങ്കിൽ വേദം പറഞ്ഞ ആർക്ക് വേണ്ടി? അത് ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞതാണ്, കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്, പറയുന്ന ആളിന് വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ കേൾക്കുന്നവൻ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കണം. അതാണ് വിമർശ ചെയ്തത് അശേഷമാണ്. അത് തന്നെയാണ് ഇവിടെ